നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ എന്തായി പറയുന്നേ? കടലാസിൽ ഒപ്പിട്ട് കൊടുത്തെന്നോ? എന്ത് കടലാസ്? ആർക്കൊപ്പിട്ട് കൊടുത്തു? അയ്യോ, അന്ന് മോൻ പറഞ്ഞു വിട്ടവര് തന്നെ. അക്ഷരയുടെ കയ്യിൽ നിന്ന് കടലാസ് ഒപ്പിട്ട് വാങ്ങിയില്ലേ, അവര് തന്നെ. വക്കീലേ, ഇരട്ടി സത്യം വിളിക്കണോ? എന്താടോ ഫോൺ എടുക്കുന്നില്ല? എടുക്കത്തില്ലടോ. ഇപ്പൊ മനസ്സിലായാലോ വക്കീലേ, അവന്മാര് നെറ്റിപ്പട്ടം കെട്ടിയ ഗജ ഫ്രോഡുകളാണെന്ന്. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ മമ്മ ഇത്രയും നേരം ഞാൻ നിന്ന് പറഞ്ഞിട്ട് മമ്മയ്ക്കൊന്നും മനസ്സിലായില്ലേ? നടന്നത് കൊടും ചതിയാണെന്ന്. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്നോടാണ് ചോദിക്കുന്നത്. എടുത്തുചാടി ഓരോ കുഴപ്പമുണ്ടാക്കി വെച്ചിട്ട്. എന്റെ മമ്മ ആ ചെക്കിന്റെ കേസിൽ കഴിഞ്ഞ ദിവസം അമ്മയെ അഭിനന്ദിച്ചത് വെറുതെ ആയിപ്പോയല്ലോ. അക്ഷര, ഞാനൊന്ന് വരട്ടെ. എന്തിന്? അതിന് അവള് പറഞ്ഞിട്ടാണോ അവര് വന്നേ? ദേ, തൽക്കാലം ചത്ത പോലെ കിടക്കുന്ന ബുദ്ധി. പണ്ട് കരടിയുടെ മുമ്പിൽ മല്ലനും മാധവനും എടുത്ത ആ പഴയ തന്ത്രം, ആക്രമണത്തെ നേരിടാൻ ഇപ്പൊ അതാ വേണ്ടത്. ചതി നമ്മൾ അറിഞ്ഞെന്നറിഞ്ഞാൽ ശത്രുവിന്റെ നീക്കങ്ങൾക്ക് വേഗത കൂടും. സോ കീപ് ക്വൈറ്റ്. എന്നാലും ആ നായ നിന്റെ മുന്നിൽ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതിന് കൊച്ചെന്ത് ചെയ്യാനാ ശങ്കരേട്ടാ? അവൻ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടണം. അതെ, എന്നിട്ട് പാവ നെത്തി ചേച്ചിയും കെട്ടി താമസിക്കണം. ഒന്നും നടക്കത്തില്ല. ഇപ്പൊ ആ നിത്യ എന്ന് പറയുന്ന കൊച്ചിന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ. മനസ്സുകൊണ്ട് അവനെ അങ്ങ് തീർത്ത് കളയാന്ന് വെച്ചാ അവന് രക്തസാക്ഷി പരിവേഷം കിട്ടും. ആ നിത്യ എന്ന് പറയുന്ന കൊച്ച